Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. November 5th ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഇനിയും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ സെറ്റ് എഴുതണമെന്ന് ആഗ്രഹമുള്ളവരെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ജനറൽ പേപ്പറിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം അല്ലേ, സെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവും. ഏതിലാണോ നമ്മൾ സെറ്റ് എക്സാം എഴുതുന്നത്, PG ഏതിലാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ ഒരു സബ്ജക്റ്റിലായിരിക്കും നമ്മൾ നമ്മുടെ മെയിൻ പേപ്പറിൽ സെറ്റ് എഴുതുക. പിന്നെ എന്തുണ്ടാവും, ജനറൽ പേപ്പറും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ മാർക്ക് കൂട്ടി അഗ്രിഗേറ്റ് മാർക്ക് ജനറൽ ആണെങ്കിൽ 48% ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പലർക്കും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PG എടുത്ത സബ്ജക്റ്റിലാണ് സെറ്റ് എഴുതുന്നതെന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റില് മിക്കവാറും എന്തായിരിക്കും 40% മാർക്ക് സ്കോർ ചെയ്യും അല്ലേ. പക്ഷെ എന്ത് സംഭവിക്കുന്നു, അഗ്രിഗേറ്റ് വരുമ്പം അല്ലെങ്കിൽ എന്താണ് ജനറൽ പേപ്പറിന് ഈ ഒരു 40% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എക്സാം എഴുതുമ്പോൾ പലർക്കും എന്ത് സംഭവിക്കുന്നത്, സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത്. അവരുടെ സബ്ജക്റ്റിൽ അവർ ഓക്കെയാണ്, പക്ഷെ എന്താണ് സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ കാര്യത്തിൽ അവർ വീക്കാണ്. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന സെറ്റ് നല്ല രീതിയിൽ തന്നെ നല്ല മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അത് ഏതൊക്കെയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്, ഫിലോസഫി ഉണ്ട്, സൈക്കോളജി, ആർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ICT, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ റീസണിങ്. ഇത്രയുമാണ് ജനറൽ പേപ്പറിന്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കും വിചാരിച്ച പോലെ മാർക്ക് നേടാനായിട്ട് പറ്റുന്നില്ല. അവിടെ എന്തുകൊണ്ട് മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റാത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് സെറ്റ് ജനറൽ പേപ്പർ ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സയൻസ് അതുപോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ ബേസിക് 10th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നോളേജ് ഇല്ലായ്മയാണ് നമുക്ക് അവിടെ മാർക്ക് പോവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെത്തിയിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ല അല്ലെ. കാരണം എന്താണ്, ഇത് എത്ര സബ്ജക്റ്റുകളാണ് ഇതിൽ കടന്നു വരുന്നത്, ഇതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും വലിയൊരു ധാരണയുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഇന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സെറ്റ് ജനറൽ പേപ്പർ അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ജനറൽ പേപ്പറിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങളുടെ സബ്ജക്റ്റിനോടൊപ്പം അതും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം ജനുവരിയിലാണ് സെറ്റ് നടക്കുന്നത്. അപ്പൊ ഏകദേശം എന്താണ് ഒരു 3 months അല്ലെങ്കിൽ എന്താണ് 90 days കഷ്ടിയാണ് എക്സാമിന് ഉള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു ടൈമും കൊണ്ട്, അതായത് ഈ ഒരു 90 days വെച്ചൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതും കൊണ്ട് പഠിച്ച് എങ്ങനെ സെറ്റ് ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യാം എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ഇത്രയും സബ്ജക്റ്റ് കണ്ടപ്പോൾ തന്നെ പലർക്കും ടെൻഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പറിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണോ അത് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതിൽ കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതലായിട്ടും ആർട്സ് സബ്ജക്റ്റുകാരെയൊക്കെ സംബന്ധിച്ച് എന്താണ്, എപ്പോഴും സയൻസിന്റെയും മാത്സിന്റെയും അല്ലെങ്കിൽ റീസണിങ്ങിന്റെയും ഭാഗത്തുനിന്ന് വരുന്ന ജനറൽ പേപ്പർ എന്തായിരിക്കും, അവരെ സംബന്ധിച്ച് ടഫ് ആയിരിക്കും അല്ലെ. അതിൽ നിന്ന് മാർക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യുക, ഏതൊക്കെ ടോപ്പിക്സുകളാണ് പാട് എന്നുള്ളത് കണ്ടെത്തുക, അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ജനറൽ പേപ്പറിന്റെ കാര്യത്തിൽ പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന്. അത് നമുക്കറിയാം, ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്, എല്ലാത്തിൽ നിന്നും കുറച്ച്
ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീക്ക് ഏരിയ കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഏരിയ എന്താണ് അതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ജനറൽ പേപ്പറിൻ്റെ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഏരിയാസിനും ഒരുപോലെ തന്നെ ഫോക്കസ് കൊടുത്ത് എല്ലാം തന്നെ നമ്മൾ നോക്കാവുന്ന രീതിയിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റിൻ്റെ ജനറൽ പേപ്പർ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ PYQs തന്നെ എടുത്ത് നോക്കണം. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസും അതിന്റെ അഡീഷണൽ പാർട്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കുറെ മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഈ ഒരു സബ്ജക്റ്റുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റിന്റെ ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. വലിച്ചു വാരി പഠിക്കാതെ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണം, എക്സാമിന് ആൻസർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ 2025 ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സെറ്റ് അസ്ത്ര 2.1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ബാച്ച് റൺ ചെയ്യുന്നത്. ഇപ്പൊ ജനറൽ പേപ്പർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ സബ്ജക്റ്റിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾ 90 ഡേയ്സിന്റെ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഈ ഒരു ബാച്ച് പോകുന്നത്. അപ്പൊ ആ ഒരു ടൈം ടേബിളിൽ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈം ടേബിളിനിടയിൽ റിവിഷൻ ഡേയ്സ് ഉണ്ടാകും. ആ ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും നേരം അല്ലെങ്കിൽ അത്രയും ടൈം പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ എക്സാമും മോക്ക് എക്സാമും അതുപോലെ തന്നെ PYQ എക്സാം ഒക്കെ നിങ്ങൾക്ക് തരും. അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചാണ്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് സെറ്റ് അസ്ത്ര ബാച്ച് പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും തനിയെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെ പല തവണ എഴുതിയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. ഇപ്പൊ ജനറൽ പേപ്പർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും പെറുക്കിയെടുത്ത് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആപ്പിൽ സിലബസ് വൈസ് ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് അത് പഠിച്ചു തീർക്കാനും അതുപോലെ തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ജനറൽ പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക, എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് സെറ്റിന്റെ ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ സെറ്റിന്റെ ജനറൽ പേപ്പർ മാത്രമല്ല ഉള്ളത്, സബ്ജക്റ്റ് ആയിട്ട് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, മാത്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഇതുകൂടാതെ എന്താണ് ജനറൽ പേപ്പറും. ഇത്രയും ബാച്ചുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ജനറൽ പേപ്പർ മാത്രമല്ല ഇതിലേതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ബാച്ചിന് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ആരും മറക്കണ്ട, ആരെങ്കിലും ഇനി സെറ്റിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നവംബർ 5 തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.